എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രഞ്ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രഞ്ചീസ് എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമ്മൾ ക്രഞ്ചീസ് ചെയ്യുന്നത്. ഒന്ന് റഫൽ ക്രഞ്ചീസ് ചെയ്യുന്നുണ്ട്, ഒപ്പം നമ്മൾ ഡബിൾ ലെയർ ആയിട്ടുള്ള ക്രഞ്ചീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മളിവിടെ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് ഷിഫോണിൻ്റെ ക്ലോത്തും ഒന്ന് നെറ്റിൻ്റെ ക്ലോത്തുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചാണ്. ഇത് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു അളവിൽ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കാം, കുറച്ചും കൂടി ചെറുതാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം. അപ്പോൾ ഇതേപോലെ സൈഡ് മടക്കിയിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. രണ്ടും നല്ല വശം ഉള്ളിലായിരിക്കണം, ചീത്ത വശത്താണ് സ്റ്റിച്ച് വരേണ്ടത്. അതിന് ശേഷം നമ്മൾ നെറ്റിൻ്റെ ക്ലോത്ത് ഇതേപോലെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് ഇതേപോലെ ഉള്ളിൽ വെച്ചിട്ട് എഡ്ജിലൊക്കെ എന്ത് ചെയ്യുക, ഒരു പിന്ന് കുത്തി കൊടുക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിൻ കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ക്രഞ്ചീസ് എങ്ങനെയാണോ തയ്ക്കണതെന്ന് വെച്ചാൽ സെയിം മെത്തേഡിലാണ് നമ്മൾ തയ്ക്കുന്നത്. രണ്ടും കൂടി ഒരുമിച്ചാണെന്ന് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ബേസിക് ആയിട്ട് ക്രഞ്ചീസ് തയ്ക്കണേ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ബേസിക് ആയിട്ടുള്ളവർക്ക് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ഉള്ളിലുള്ള പോർഷൻ ഇതേപോലെ മടക്കിയതിന് ശേഷം ബാക്കി കറക്റ്റ് സെൻറ്റർ ടു സെൻറ്റർ വരുന്ന രീതിയിൽ, നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നെറ്റ് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉള്ളിലുള്ള ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കണ്ടിന്യൂഷനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉള്ളിലുള്ള പീസിൽ സ്റ്റിച്ച് കൊള്ളാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റിച്ച് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ആ പോർഷൻ്റെ അവിടെ വരെ എത്തുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ്, അതായത് നമുക്ക് ഉള്ളിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ചീത്ത വശത്താണ്. അപ്പോൾ നമുക്കത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലൂടെ നല്ല വശത്തേക്ക് അത് മറിച്ചെടുക്കും. ഇനി നമുക്ക് സാധാരണ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് പോലെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് ലെങ്ത്തിലുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ലെയറായിട്ട് ഇങ്ങനെ ചുറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂട്ടിയെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു പിൻ കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിലൂടെ ഇത് കടത്തി എടുത്തിട്ട് അടുത്ത വശത്ത് എത്തുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ലോക്ക് ഇട്ട് കൊടുക്കാം, അതായത് കെട്ടിക്കൊടുക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീനിലൂടെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഇതിൽ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഏത് കളറിലാണോ നമ്മൾ ക്രഞ്ചീസ് ചെയ്തതെന്ന് വെച്ചാൽ സെയിം കളറിലുള്ള ത്രെഡ് സൂചിയിൽ നൂല് കോർത്തെടുക്കുക. ഒറ്റ ലെയറായിട്ട് കോർത്തെടുക്കുക കേട്ടോ. ഒറ്റ ലെയറായിട്ട് കോർത്തെടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു വശം, ഓപ്പണിംഗ് ആയിട്ടുള്ള വശം ഉള്ളിലൂടെ, അതായത് പുറമേക്ക് സ്റ്റിച്ച് വരാത്ത രീതിയിൽ മാക്സിമം ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കഴിയുന്നതും പുറത്തേക്ക് നമ്മൾ തുന്നി കൊടുക്കുന്നത് വരാത്ത രീതിയിൽ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ലോക്ക് ചെയ്ത് നിർത്തുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വന്ന ഭാഗം നമ്മൾ എക്സ്ട്രാ തുന്നി കൊടുത്തതായിട്ടൊന്നും നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമുക്കിവിടെ ക്രഞ്ചീസ് ഇവിടെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ക്രഞ്ചീസ് എന്ന് പറയുന്നത്, ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ക്രഞ്ചീസ്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ 2 വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് എടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ സെയിം കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിൽ എന്തെങ്കിലും പ്രിൻ്റഡ് ആയിട്ടുള്ള നെറ്റ് എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്രഞ്ചീസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. റഫിൾ ക്രഞ്ചീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലോത്താണ് എടുത്തത്. പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലോത്തിന് എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് എടുക്കാം കേട്ടോ. പ്ലെയിനായിട്ടും പ്രിൻ്റഡ് ആയിട്ട് ഏത് ക്ലോത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിരിക്കും. പിന്നെ സാധാരണ നമ്മൾ എപ്പോഴും കേട്ട് വരുന്നത്, നമുക്ക് ക്രഞ്ചീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിൻ്റെ ക്ലോത്ത് വേണം എന്നാണ്. സാറ്റിൻ്റെ ക്ലോത്ത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഏത് ക്ലോത്തിൽ വേണമെന്നുണ്ടെങ്കിലും ക്രഞ്ചീസ് ചെയ്യാം. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ക്രഞ്ചീസ് ഉണ്ട്. ഇപ്പോൾ ലെതറിൽ വരെ നമുക്ക് ക്രഞ്ചീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 20 ഇഞ്ച് വിഡ്ത്തും 5.5 to 6 ഇഞ്ച് ലെങ്ത്തുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്ത് ഇതേപോലെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് സെൻറ്റർ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു.
സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ നേരത്തെ ക്രഞ്ചീസ് ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഉള്ളിലുള്ള പീസ് മടക്കി കൊടുക്കുക. ഈ ഉള്ളിലുള്ള പീസ് മടക്കുന്നത് സ്റ്റിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉള്ളിലുള്ള പീസ് മടക്കി കൊടുത്തിട്ട് സെൻറ്റർ ടു സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ്. നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഈ ഒരു ക്രഞ്ചീസിനെ മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ ചെയ്ത അല്ലെങ്കിൽ സാധാരണ നമ്മൾ ക്രഞ്ചീസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇത്രയും വരെ ഉള്ളത്. ഇനിയാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച്, അതായത് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ വെക്കണം. അതിപ്പോൾ തന്നെ തുന്നരുത് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഒരു സ്റ്റിച്ച് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് സെൻറ്ററിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കൊടുക്കണതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഗ്യാപ്പ് വിടുക കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മളിവിടെ ഇതേപോലെ ഒന്ന് എലാസ്റ്റിക് വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം എത്രയാണ് സ്റ്റിച്ച് വരേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോക്ക് വെച്ചിട്ട്, അതായത് പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എവിടെയാണ് സ്റ്റിച്ച് വരേണ്ടത് എന്നുള്ളൊരു മാർക്ക്. അതായത് നമ്മൾ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കണം. അപ്പോൾ എന്തായാലും എലാസ്റ്റിക്കിന് ആവശ്യമായിട്ടുള്ള വിടുത്ത് ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് വെച്ചാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെ വരെയാണ് സ്റ്റിച്ച് വേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റിച്ച് കറക്റ്റ് സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൻ്റെ 2 സൈഡിലും നമ്മൾ ഈ എലാസ്റ്റിക് കടത്തിയെടുക്കാനുള്ള വിടുത്തിനനുസരിച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതായത് 2 സൈഡിലും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള പീസ് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പീസ് ഒന്നിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കുന്ന പീസിൽ സ്റ്റിച്ച് കൊള്ളും. പിന്നെ നമ്മളത് അയച്ചിട്ട് പിന്നെയും കഷ്ടപ്പെടണം. അപ്പോൾ അതിൽ നല്ലത് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു പീസ് മാറ്റിയിട്ട്, അതായത് അടിയിലൊന്നും പീസ് കുടുങ്ങുന്നില്ല എന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 സൈഡിലും, അതായത് സെൻറ്ററിൻ്റെ 2 സൈഡിലും നമ്മൾ എലാസ്റ്റിക് കടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഫ്രണ്ടിലൂടെ നമ്മൾ നോക്കുമ്പോൾ, നല്ല വശത്തു നിന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള 2 സ്റ്റിച്ച് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ നേരത്തെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, എലാസ്റ്റിക് ഇതേപോലെ ഒരു പിൻ ഉപയോഗിച്ചിട്ട് കടത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. അധികം കൂട്ടിയെടുക്കാത്തതാണ് ഭംഗി. അപ്പോഴാണ് നമുക്കിങ്ങനെ ആ ഒരു റഫിൾഡായിട്ട് നിൽക്കുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നേരത്തെ നല്ല എന്താ പറയുക, ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ഗ്യാപ്പ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെഷീനിൽ ലോക്ക് ചെയ്യുക. നന്നായിട്ട് ലോക്ക് ചെയ്യുക കേട്ടോ. 1-2 സ്റ്റിച്ച് കൊടുത്താൽ പോലെ ഒരു 3-4 സ്റ്റിച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോരും. അപ്പോൾ 3-4 സ്റ്റിച്ച് കൊടുത്ത് നന്നായി ലോക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ സൂചിയിൽ സെയിം കളർ നൂല് കോർത്തെടുക്കുക. പുറമേക്ക്, അതായത് ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് വരാത്ത രീതിയിൽ ഉള്ളിൽ മാത്രം സ്റ്റിച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു സെൻറ്ററിലുള്ള സ്റ്റിച്ച് പുറമെ വിസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുന്നി കൊടുക്കുമ്പോഴത് പുറമേക്ക് കാണാൻ വേണ്ടി പാടില്ല. ഉള്ളിലൂടെ മാത്രം, ഈ ഉള്ളിലുള്ള ഗ്യാപ്പ് മാത്രം നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ റഫിൾ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റഫിൾ ക്രഞ്ചീസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഡബിൾ ലെയർ ആയിട്ടുള്ള ക്രഞ്ചീസ് ആയിരുന്നു. രണ്ടാമത് നമ്മൾ കാണിച്ചത് റഫിൾ ക്രഞ്ചീസ് ആണ്. അപ്പോൾ 2 വ്യത്യസ്തമായിട്ടുള്ള ക്രഞ്ചീസ് നമ്മളിവിടെ കാണിച്ചു. ബേസിക് ആയിട്ടുള്ള ക്രഞ്ചീസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോവും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രഞ്ചീസ് ഒരു ബിസിനസ് ആയിട്ടൊക്കെ എടുക്കണമെന്ന് അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.